Good morning, good morning, good morning. Actually, ഞാൻ വേറൊരു ക്ലാസ്സിലായിരുന്നു, അതുകൊണ്ടാണ് ഇത്തിരി ലേറ്റായി പോയത്. സോറി. Good morning, all of you. ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ഫ്രാങ്കോ, ഗുഡ് മോർണിംഗ്. വൈഷ്ണവിയെ വീട്ടിൽ പോയാ? കേൾക്കുന്നില്ല. നവനീത് കൃഷ്ണ, ഗുഡ് മോർണിംഗ്. അപ്സര, ഗുഡ് മോർണിംഗ്. പാർവതി, ഗുഡ് മോർണിംഗ്. Good morning, sir. വേറൊരു ക്ലാസ്സിലായതുകൊണ്ടാണ് ഇത്തിരി ലേറ്റ് ആയത്, സോറി. എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി ലൈവായിട്ട് വാ കുട്ടികളെ. നിങ്ങൾ അവനീത് വീട്ടിലെത്തിയോടാം. അമിത, അപ്സര, ഫ്രാങ്കോ, പരീക്ഷിത്, സോണ, അമൻ. അൽമാസ് അക്കാഡമിന്ന് എത്ര പേരുണ്ടടാ? ഓക്കെ, നമുക്ക് ഇന്ന് ഏത് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണം? ഏതാ പറഞ്ഞാൽ അത് ചെയ്യാം. പ്രോബ്ലംസ്. എല്ലാ തിയറി വേണമെങ്കിൽ തിയറി പറഞ്ഞുതരാം. സാർ ഇന്നലെ റേ ഓപ്റ്റിക്സ് എത്തില്ലല്ലോ സാർ? അത് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ. Sir, mic off. സ്ക്രീൻ ഓൺ അല്ലേ? കാണാനില്ലേ? Yes, sir. നമ്മൾ 3 ക്വസ്റ്റ്യൻസ് അല്ലേ ചെയ്തേ? ഫോർത്ത് ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് ചെയ്യാം. എടുത്തോ എല്ലാവരും. യെസ്, ഫോർത്ത് ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ ഈസ് എഫ് and distance from the object to the principal focus is p. Then ratio size of the image to size of the object is. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. മിററാണ്, എല്ലാവർക്കും അറിയുന്നതാണ് മിററും ലെൻസും. നമുക്കിവിടെ മിററാണ് തന്നിരിക്കുന്നത്. കോൺകേവ് മിററാണ്. ഫോക്കൽ ലെങ്ത് തന്നിരുന്ന എഫ് ആണ്. ഒരു കോൺകേവ് മിറർ എടുത്തു. നമ്മൾ ഫോക്കസ് മാർക്ക് ചെയ്തു. ഓബ്ജക്റ്റിനെ എവിടെയാ വെച്ചതെന്ന് പറഞ്ഞേ? ഓബ്ജക്റ്റിനെ നമ്മൾ എവിടെയാ പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഒന്നും പറയടാ നിങ്ങള്. ഓബ്ജക്റ്റിനെ എവിടെയാ പ്ലേസ് ചെയ്തിരിക്കുന്നേ? ഡിസ്റ്റൻസ് ഫ്രം ദ ഓബ്ജക്റ്റ് ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഈസ് പി. അപ്പോൾ ഓബ്ജക്റ്റിനെ നമ്മൾ എവിടെയാണ് വെച്ചത്? ഈ ഡിസ്റ്റൻസ് എത്രയാ തന്നിട്ടുണ്ട്? പി തന്നിട്ടില്ലേ? അല്ലേ? യെസ് സർ. Then ratio size of the image to size of the object. നിങ്ങളോട് മാഗ്നിഫിക്കേഷൻ, ലീനിയർ മാഗ്നിഫിക്കേഷൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്? ഓബ്ജക്റ്റിൽ നിന്നും പോളിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്തായിട്ട് എടുക്കാറില്ല? യു എന്നല്ലേ എടുക്കാറില്ലേ? ഈ പ്രോബ്ലത്തിൽ യുവിന്റെ വാല്യൂ എത്ര? യു ഈസ് ഈക്വൽ ടു പി പ്ലസ് എഫ് ആണ്.
യെസ് പി പ്ലസ് എഫ് മൈനസ് പി പ്ലസ് എഫ്. കാരണം നമ്മൾ ഓൾ ഡിസ്റ്റൻസ് ഷുഡ് ബി മെഷേർഡ് ഫ്രം പോൾ ആണ്. നിങ്ങൾക്ക് സൈൻ കൺവെൻഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓൾ ഡിസ്റ്റൻസസ് ഷുഡ് ബി മെഷേർഡ് ഫ്രം പോൾ ഓഫ് ദ മിറർ. ഓൾ ഡിസ്റ്റൻസസ് ഷുഡ് ബി മെഷേർഡ് ഫ്രം പോൾ ഓഫ് ദ മിറർ. ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഇൻസിഡന്റ് പോസിറ്റീവ് ആണ്, പക്ഷെ നമ്മൾ ഓപ്പോസിറ്റ് മെഷർ ചെയ്യുന്നതുകൊണ്ടാണ് നെഗറ്റീവ് ആയത്. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ പഠിച്ചുള്ള ഇക്വേഷൻ എന്താ? 1/v + 1/u = 1/f എന്നല്ലേ പഠിച്ചല്ലേ? Yes, sir. എല്ലാ ഇക്വേഷൻസ് ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട, മിററിന്റെ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. 1/v + 1/u = 1/f അല്ലേ മിറർ ഫോർമുല. ലെൻസ് ആണെങ്കിൽ എന്താ ഇക്വേഷൻ വരിക? -1/u. ആ ലീനിയർ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? മിററിന് -v/u എന്നല്ലേ? അല്ലേ? ക്ലാസ്സിലാണ് ഒരു 7:30 8:15 ആകുമ്പോൾ ഇങ്ങോട്ട് എത്തുമെന്ന് പറയാനാ. വരില്ലേ? ആ ഞാൻ ഒരു 8:15 നമ്മൾ മാഗ്നിഫിക്കേഷൻ m = -v/u. അപ്പൊ ആദ്യം ആരെ കാണേണ്ടി വരും? വി കാണണം. വി കാണണം. വി കാണാൻ നമ്മൾ എന്താ ചെയ്യാം? ഈ ഇക്വേഷനിലേക്ക് വീണ്ടും തിരിച്ചു വരാം. 1/v = 1/f - 1/u എന്നല്ലേ വരാം അല്ലേ? 1/v = സൈൻ കൺവെൻഷൻ കൊടുക്കണം -f. എന്തുകൊണ്ടാണ് -f? സൈൻ കൺവെൻഷൻ പ്രകാരം ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് അല്ലേ? -1/u. യുവിന് പകരം എന്ത് കൊടുക്കണം? -p+f അല്ലേ? ഇപ്പൊ ഇക്വേഷൻ ആദ്യം എഴുതണം. ഇക്വേഷൻ എഴുതിയിട്ടേ സൈൻ കൺവെൻഷൻ അപ്ലൈ ആവും. ആദ്യമേ കയറി സൈൻ കൺവെൻഷൻ കൊടുക്കരുത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ജനറലൈസ്ഡ് ഇക്വേഷൻ എഴുതണം. ജനറലൈസ്ഡ് ഇക്വേഷൻ എഴുതിയതിനു ശേഷം നിങ്ങൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവും? 1/v = 1/p+f - 1/f എന്നാവില്ലേ? കാരണം ഇത് നെഗറ്റീവ് ടേം അല്ലേ? ഒന്ന് സോൾവ് ചെയ്തേ. ഇനി എല്ലാവരും ഒന്ന് സോൾവ് ചെയ്തേ. അതിൽ വിയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച എല്ലാവരും. അപ്പോൾ 1/v = എന്ത് കിട്ടും? ഇതിന്റെ LCM p+f × f അല്ലേ വരിക? ന്യൂമറേറ്ററിൽ ആര് വരും? f - p+f എന്ന് വരും. അപ്പോൾ 1/v = 1/v = കമോൺ എഫും പോവില്ലേ? -p/p+f × f എന്ന് വരും അല്ലേ? അപ്പോൾ v എന്ത് കിട്ടും? -p+f × f/p എന്ന് കിട്ടും. നമ്മളോട് മാഗ്നിഫിക്കേഷൻ m = -v/u എന്നല്ലേ? അല്ലേ? വിയുടെ വാല്യൂ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് -p+f × f/p ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? യുവിന്റെ വാല്യൂ -p+f അല്ലേ? ഈ -p+f ക്യാൻസൽ ആവും. ബാക്കി എന്തുണ്ടാവും? f/p. ചില ടീച്ചർമാർ പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പറയും, എന്നിട്ട് മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഷോർട്ട് കട്ട് ഇക്വേഷൻസ് ഒക്കെ പഠിപ്പിക്കും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെ പഠിക്കേണ്ടതെന്നാണ്. കാരണം ഈ ലെൻസും മിററും എല്ലാം കൂടെ ബൈഹാർട്ട് ചെയ്യുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ആകെ 2 ഇക്വേഷനെ പഠിക്കേണ്ട കാര്യമുള്ളൂ. ഏതൊക്കെ 2 ഇക്വേഷൻ? എല്ലാ മിററുകൾക്കും ഒരൊറ്റ ഇക്വേഷനാണ്. 1/v + 1/u = 1/f. ലീനിയർ മാഗ്നിഫിക്കേഷൻ -v/u. നിങ്ങൾ ഏത് ടൈപ്പ് മിറർ എടുത്താലും ഇതാണ് ഇക്വേഷൻ. കോൺവെക്സ് മിറർ ആയാലും കോൺകേവ് മിറർ ആയാലും പ്ലെയിൻ മിറർ ആയാലും ഇനി പുതിയൊരു മിറർ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ മിററിനെല്ലാം ഉള്ള ഇക്വേഷൻ ഇതാണ്. അതേ സമയത്ത് ലെൻസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. 1/v - 1/u = ആരായിരിക്കും? 1/f. മാഗ്നിഫിക്കേഷൻ v/u എന്ന് മാത്രമല്ലേ വരുള്ളൂ അല്ലേ? അത് കോൺവെക്സ് മിറർ ആയാലും കോൺകേവ് മിറർ ആയാലും പ്ലാനോ കോൺവെക്സ് ആയാലും പ്ലാനോ കോൺകേവ് ആയാലും കോൺവെക്സോ കോൺകേവ് ആയാലും കോൺകേവോ കോൺവെക്സ് ആയാലും എന്ത് ലെൻസ് ആയാലും നമുക്ക് ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. 1/v - 1/u = 1/f. പിന്നെ ഈ ഇക്വേഷൻ എഴുതിയതിന് ശേഷമാണ് നമ്മൾ സൈൻ കൺവെൻഷൻ കൊടുക്കേണ്ടത്, സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യേണ്ടത്.
സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യമേ സൈൻ കൺവെൻഷൻ എഴുതരുത്. ഇക്വേഷൻ എഴുതി നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം എന്താണെന്ന് തീരുമാനിച്ചതിന് ശേഷമേ സൈൻ കൺവെൻഷൻ കൊടുക്കാവൂ. കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതിന് കയറി സൈൻ കൺവെൻഷൻ കൊടുക്കരുത്. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അയാൾക്ക് സൈൻ കൺവെൻഷൻ കൊടുക്കരുത്. ഓൾറെഡി നമുക്ക് ഗിവൺ പാരാമീറ്റേഴ്സിന് മാത്രമേ സൈൻ കൺവെൻഷൻ കൊടുക്കാവൂ. ഓക്കെ, Okay, sir. ഈ പ്രോബ്ലം ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചെയ്താ F/P കേട്ടോ. ഫ്രാങ്കോ, ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? Yes, sir. അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ NDA-ക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കിയ എല്ലാവരും. Sir, option D ആണോ? ഓൾ ഫ്രാൻഹോഫർ ഡാർക്ക് ലൈൻസ് ചേഞ്ച്ഡ് ടു ബ്രൈറ്റ്ലി കളേർഡ് ലൈൻസ്. അതാരാ പറഞ്ഞേ? അപ്സര. അപ്സരയ്ക്ക് എങ്ങനെ കിട്ടിയത്? ഈ ക്വസ്റ്റ്യൻ ഗൈഡിലവിടെ വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. സാധാരണ നമ്മുടെ സണ്ണിന്റെ സ്പെക്ട്രം എന്ത് സ്പെക്ട്ര? ഈ നോർമൽ കേസിൽ നമ്മുടെ ഇതാണ് നമ്മുടെ സണ്ണെന്ന് വിചാരിച്ചു. സണ്ണിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വരുന്നുണ്ട്. നമ്മൾ എർത്തിലിരുന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന റേഡിയേഷൻസ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സണ്ണിന്റെ സ്പെക്ട്രം എന്ത് സ്പെക്ട്ര? ഈ സണ്ണിൽ നിന്ന് വരുന്ന വഴിക്ക് ആ ലൈറ്റിലെ ചില വേവ് ലെങ്ത്തുകളൊക്കെ ആ സണ്ണിന് ചുറ്റുമുള്ള ഫോട്ടോസ്ഫിയറും കഴിഞ്ഞുള്ള ക്രോമോസ്ഫിയറിലുള്ള എലമെന്റുകൾ അബ്സോർബ് ചെയ്ത് റീഎമിറ്റ് ചെയ്യുമ്പോൾ സ്കാറ്ററിംഗ് എന്നാണ് പറയുക. അബ്സോർബ് ചെയ്ത് റീഎമിഷൻ ചെയ്യുന്നതിന് പറയുന്ന പേര് സ്കാറ്ററിംഗ് എന്നാണ് പറയുക. ആ സ്കാറ്റർ ചെയ്യുന്ന സമയത്ത് താഴേക്ക് എത്തുന്ന ചില വേവ് ലെങ്ത്തുകളുടെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. എന്നാൽ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കില്ല. ചില വേവ് ലെങ്ത്തുകളൊന്നും അബ്സോർബ് ചെയ്യപ്പെടില്ല. ഓക്കെ. So when light coming from sun reaches earth, when we analyze this radiation, we can see that certain wavelengths are missing or certain wavelengths have low intensity. Okay. Okay ആണോ? Okay, sir. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് സൺ സ്പെക്ട്രം? സണ്ണിന്റെ സ്പെക്ട്രം എന്ത് സ്പെക്ട്രം ആയിരിക്കും? In normal case, sun spectrum is line absorption spectrum. എഴുതി വെച്ചോട്ടോ. In normal case, the sun spectrum is line absorption spectrum. Line absorption spectrum. In normal case, what do you mean by that line absorption spectrum? എന്താ ഈ ലൈൻ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ? വരുന്ന എൻറ്റയർ വേവ് ലെങ്ത് നോട്ട് ഏബിൾ ടു റീച്ച് എർത്ത്. സർട്ടൈൻ വേവ് ലെങ്ത്സ് ആർ അബ്സോർബ്ഡ് ബൈ ദ എലമെന്റ്സ് ഇൻ ദ ക്രോമോസ്ഫിയർ. സോ ദ ഇന്റൻസിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഈസ് ലെസ് വൈൽ റീച്ചസ് എർത്ത്. ദാറ്റ് ലെസ് വേവ് ലെങ്ത് ലൈറ്റ് ഈസ് കാൾഡ് ഡാർക്ക് ലൈൻസ്. ദാറ്റ് ലെസ് intense radiations are called dark lines. Actually they are not perfectly dark, they are less intense. അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ പറഞ്ഞത്? ചില റേഡിയേഷൻസ് താഴേക്ക് എത്തുമ്പോൾ അവരുടെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. കാരണം അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് അവരെ നമ്മൾ ഡാർക്ക് ലൈൻസ് എന്ന് പറയുമെങ്കിലും ആക്ച്വലി ദേ ആർ നോട്ട് ഡാർക്ക്, ദെയർ ഇൻറ്റൻസിറ്റി ഈസ് ലെസ്. ആൻഡ് ദാറ്റ് ഡാർക്ക് ലൈൻസ് ആർ കാൾഡ് ഫ്രാൻഹോഫർ ലൈൻസ്. That dark lines are called Fraunhofer lines. Fraunhofer lines. Okay, no? Fraunhofer lines.
then this question is entirely different. At the time of solar eclipse, at the time of solar eclipse, what happens? What happens at the time of solar eclipse? Moon varum alle in between earth and sun. ആണോ? ഈ മൂൺ വരുമ്പോൾ എന്ത് സംഭവിക്കും? ദിസ് ഈസ് മൂൺ എന്ന് വിചാരിച്ചു, ഇതാണ് മൂൺ എന്ന് വിചാരിച്ചു. മൂൺ ഇങ്ങനെ വരുമ്പോൾ കുറേ ലൈറ്റ് ഇത് അവിടെ തട്ടി ബ്ലോക്ക് ആവില്ലേ? അല്ലേ? Yes, sir. So at that time the entire light is not able to reach earth. ഒരു ലൈറ്റിനും താഴേക്ക് എത്താൻ പറ്റൂല. ഓക്കെ, കംപ്ലീറ്റ് ഡാർക്ക്നെസ് വരേണ്ടതായിരുന്നു. We are expecting complete darkness on earth surface, but the result is different. What will be the result? At the time of solar eclipse, the elements in the chromosphere, that is the gas molecules or elements in the chromosphere, still emits energy. അവർ അപ്പോഴും എനർജി എമിറ്റ് ചെയ്യും. ഓക്കെ, as the background is dark, ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് മേജർ ലൈറ്റിന് താഴേക്ക് എത്താൻ പറ്റുന്നില്ല. മേജർ ലൈറ്റ് താഴേക്ക് എത്താൻ പറ്റാത്ത കാരണം അറ്റ് ദാറ്റ് ടൈം ക്രോമോസ്ഫിയറിലെ എലമെന്റുകൾ എമിറ്റ് ചെയ്യുന്ന എനർജി എവിടെ എത്തും? വിൽ റീച്ച് എർത്ത്. ആക്ച്വലി നേരത്തെ അവരെ നമ്മൾ ലെസ് ഇൻറ്റൻസ് ലൈൻസ് എന്ന് വിളിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഡാർക്കായി നിൽക്കുന്ന കാരണം, മെയിൻ കോഴ്സ് ലൈറ്റ് വരാത്തത് കാരണം വി ഫീൽ ദാറ്റ് റേഡിയേഷൻസ് ആർ ബ്രൈറ്റ് ലൈൻസ്. അറ്റ് ദ ടൈം ഓഫ് സോളാർ എക്ലിപ്സ് എന്ത് സംഭവിക്കും? മെയിൻ കോഴ്സ് ലൈറ്റ് ആബ്സെന്റ് ആവുന്നത് കാരണം ക്രോമോസ്ഫിയറിലെ എലമെന്റുകൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഏബിൾ ടു റീച്ച് എർത്ത്, ആൻഡ് വി ഫീൽ ദാറ്റ് റേഡിയേഷൻസ് ആർ ബ്രൈറ്റ് ലൈൻസ്, ഓർ വി കോൾ ദം ആസ് ബ്രൈറ്റ് ലൈൻസ്. ഓക്കെ, സോ അറ്റ് ദ ടൈം ഓഫ് സോളാർ എക്ലിപ്സ് ദ സൺ സ്പെക്ട്രം ഈസ് ലൈൻ അബ്സോർഷൻ സ്പെക്ട്രം അല്ല, പകരം ഇറ്റ് ഈസ് ലൈൻ എമിഷൻ സ്പെക്ട്രം. ഓർമ്മിച്ചു വെച്ചോ. At the time of solar eclipse, the sun spectrum is line emission spectrum. Line emission spectrum, not line absorption spectrum. So in normal case, the sun spectrum is line absorption spectrum. But at the time of solar eclipse, it becomes, come on, Line emission. line emission spectrum. That means before the sun come in between earth and moon, earth and sun, we call that less intense line as Fraunhofer lines, because their intensity is less compared to the original light. But at the time of solar eclipse, when moon come in between earth and sun, the radiations emitted by the elements in the chromosphere become brighter. That is, that Fraunhofer light become brighter lines. Actually അവരുടെ ഇന്റൻസിറ്റി കൂടിയിട്ടൊന്നുമില്ല, പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന മെയിൻ കോഴ്സ് ലൈറ്റ് വരാത്തതുകൊണ്ടാണ് അവരെ നമ്മൾ കളേർഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ യുവർ ആൻസർ ഈസ് ഓൾ ഫ്രാൻഹോഫർ ഡാർക്ക് ലൈൻസ് ചേഞ്ച് ടു ബ്രൈറ്റർ കളേർഡ് ലൈൻസ്. ഞാനിത് ക്ലിയർ ആക്കാൻ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. സപ്പോസ് ഇപ്പോൾ നിങ്ങൾ PSK സാറിനെ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. PSK സാറിനെ കാണാൻ നല്ല കുട്ടപ്പൻ, നല്ല ഭംഗിയുള്ളവനാണോ, നല്ല ബ്രൈറ്റ് ആണോ, ഡാർക്ക് ആണോ? ബ്രൈറ്റ്. PSK സാറിനെ ബ്രൈറ്റ് എന്ന് പറയുന്നതിന്റെ മുന്നേ ഞാൻ പറയാം, ഞാൻ കുറേ സായിപ്പന്മാരെ വിളിപ്പിച്ചോണ്ട് വന്നു. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ കുറേ സായിപ്പന്മാരെ കൊണ്ടുവന്നു. നല്ല നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള, നല്ല കാണാൻ ഭംഗിയുള്ള, അടിപൊളിയായിട്ടുള്ള കുറേ ആളുകളെ കൊണ്ടുവന്നു. ആരെ കൊണ്ടുവന്നു? ഭംഗിയുള്ള ആളുകളെ. എന്നിട്ട് PSK സാർ അതിനിടയിൽ കയറി എന്ത് സംഭവിക്കും? നിങ്ങൾ എന്നെ ബ്രൈറ്റ് ലൈൻ എന്ന് വിളിക്കുമോ, ഡാർക്ക് ലൈൻ എന്ന് വിളിക്കുമോ? ഡാർക്ക് ലൈൻ വിളിക്കേണ്ടി വരും. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, സായിപ്പന്മാരുമായി കമ്പയർ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര വൈറ്റ് ആണ്. അതിനിടയിൽ ഞാൻ കയറി നിൽക്കുമ്പോൾ ഞാൻ അത്ര കളർഫുൾ ഒന്നും അല്ല, അത്ര വൈറ്റ് ഒന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഡാർക്ക് ലൈൻ എന്ന് വിളിക്കും. ഓക്കെ, അതായത് ആ സമയത്ത് നിങ്ങൾ നോക്കുന്നത് ആരെയായിരിക്കും? സായിപ്പന്മാരെയായിരിക്കും. ദാറ്റ് ഈസ് ലൈൻ എമിഷൻ സ്പെക്ട്രം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സായിപ്പന്മാരെല്ലാം പോയി. പകരം ഞാൻ നൈജീരിയയിലൊക്കെ പോയിട്ട് കുറേ നീഗ്രോസിനെ കൊണ്ടുവന്നു. എൻ്റെ ബാക്കിൽ മുഴുവൻ നീഗ്രോസിനെ നിർത്തി.
ഞാൻ പഴയതുപോലെ തന്നെ അവിടെ തന്നെ നിൽക്കണം. എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന അതേപോലെ ഞാൻ അവിടെ തന്നെ നിന്നു. നിങ്ങൾ ഇപ്പൊ എന്നെ ബ്രൈറ്റ് എന്ന് വിളിക്കോ ഡാർക്ക് എന്ന് വിളിക്കോ? അപ്പൊ വിത്ത് റെസ്പെക്ട് ടു സായിപ്പന്മാർ ഐ ആം ഡാർക്ക് ഫ്രാൻഹോഫർ ലൈൻ. ബട്ട് വെൻ നീഗ്രോസ് becomes my background, I become bright line. That is Fraunhofer line become bright lines, bright colored lines. അപ്പോൾ ആദ്യവും അവസാനവും ഞാൻ എമിറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ സെയിമാ. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് മാറുമ്പോൾ ആദ്യം ഞാൻ ഡാർക്ക് ആയിരുന്നു, ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയപ്പോൾ ഞാൻ ബ്രൈറ്റ് ആയി. ക്ലിയർ ആയോ? ഓക്കെ. സോണയൊക്കെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടല്ലോ. എന്ത് പറ്റി സോണ? NDA ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ടോ? ഇത്ര ദിവസമായിട്ട് നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ കേറലില്ലായിരുന്നു രാവിലെ കേറാറില്ലായിരുന്നു ക്ലാസ്സിൽ. എനിക്കറിയാം ഈ ക്ലാസ്സിൽ ആരാ കേറണമെന്നൊക്കെ എനിക്കറിയാലോ. സമയമില്ലല്ലേ? ടൈമില്ലാത്തല്ല. ശരി, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള അവകാശമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. എമിഷൻ അബ്സോർപ്ഷൻ നോർമൽ കേസ് അല്ലേ? അതെ. എമിഷൻ സോളാർ എക്ലിപ്സ് നടക്കുമ്പോഴത്തല്ലേ? അതെ. ഡൗട്ട്. At the time of solar eclipse, line absorption spectrum become line emission spectrum. ക്ലിയർ ആയി? അതായത് ഈ സോളാർ എക്ലിപ്സിന്റെ സമയത്ത് മേജർ എമൗണ്ട് ലൈറ്റ് ബ്ലോക്കാണ്. അപ്പോൾ ഈ ക്രോമോസ്ഫിയറിലെ എലിമെന്റുകളെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ എമിഷൻ നടക്കുന്നതുകൊണ്ടാണ് ലൈൻ എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം നോർമൽ കേസിൽ ലൈൻ അബ്സോർപ്ഷൻ സ്പെക്ട്രമാണ്. സോളാർ എക്ലിപ്സിന്റെ സമയത്ത് മാത്രം അത് ലൈൻ എമിഷൻ സ്പെക്ട്രമാണ് കേട്ടോ. ഓക്കെ സർ. ഓക്കെ. ദെൻ കളർ ഹാവിംഗ് മാക്സിമം വെലോസിറ്റി ഇൻ എ മീഡിയം. ഒന്ന് ആൻസർ ചെയ്യടാ പ്ലീസ്. നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസികൾ C/V എന്നല്ലേ? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. സോ V ഈസികൾ നമുക്ക് C/N എഴുതി കൂടെ. C ഒരു കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു N വരും അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? A പ്ലസ് B by lambda square plus C by lambda raised to 4 plus D by lambda raised to 6 plus etc. ഈ റിലേഷന് പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? കോഷീസ് ഫോർമുല എന്നാ പറയാ. അറിയാം? കോഷീസ് ഫോർമുല, CAUCHY, കോഷീസ് ഫോർമുല. കോഷീസ് ഫോർമുല അനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. ലാംഡ സ്ക്വയർ ഉണ്ട് ഇവിടെ, ലാംഡ റേസ്റ്റ് 4 ഉണ്ട് ഇവിടെ, ലാംഡ റേസ്റ്റ് 6 ഉണ്ട്. വേണേ ലാംഡ സ്ക്വയർ എന്ന് പറയും. ഈ ടേം ഒക്കെ നമുക്ക് നെഗ്ലക്ട് ചെയ്തിട്ട് ലാംഡ സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ ലാംഡ റെഡ് ഗ്രേറ്റർ ദാൻ ലാംഡ വയലറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലാംഡ റെഡ് ഗ്രേറ്റർ ദാൻ ലാംഡ വയലറ്റ്. കറക്റ്റ് 7:30 ഇറങ്ങുന്നുണ്ട്. ലാംഡ റെഡ് ഗ്രേറ്റർ ദാൻ ലാംഡ വയലറ്റ്. ലാംഡ റെഡ് ഗ്രേറ്റർ ദാൻ ലാംഡ വയലറ്റ്. ലാംഡ റെഡ് ഗ്രേറ്റർ ദാൻ ലാംഡ വയലറ്റ്. അപ്പോൾ N റെഡ് ലെസ് ദാൻ N വയലറ്റ്. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ റെഡ് കളർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് കളർ. വയലറ്റ് ഈസ് പാസിംഗ് ത്രൂ എ മീഡിയം. ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ എല്ലാ കളറുകൾക്കും ഒരേ എന്തല്ല, വേവ് ലെങ്ത് അല്ല. അതിന് കാരണം ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല. ഇനി പറ, N കൂടി എന്ത് സംഭവിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെഡ് എന്തായിരുന്നു? കുറവാണ്. സോ വെലോസിറ്റി ഓഫ് റെഡ് ഈസ് ഗ്രേറ്റർ ദാൻ velocity of violet. But in vacuum, all colors travel with the same speed. In vacuum, all colors travel with the same speed. വാക്വത്തിലാണെങ്കിൽ എല്ലാ കളറുകൾക്കും ഒരേ സ്പീഡ് ആയിരിക്കും. വാക്വത്തിലാണെങ്കിൽ എല്ലാ കളറുകൾക്കും ഒരേ സ്പീഡ് ആയിരിക്കും. But in a medium, when we are looking into violet, blue, green, red is faster. Red ആണ് faster. അതുകൊണ്ടാണ് ഇൻ കേസ് ഓഫ് ബ്രേക്ക് ലൈറ്റ്, സെർച്ച് ലൈറ്റ്സ് വി പ്രിഫർ റെഡ് കളർ ബിക്കോസ് ദേ ആർ ഏബിൾ ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് വിത്തൗട്ട് എനി സ്കാറ്ററിംഗ് ഈവൻ ദോ ദ എനർജി ഓഫ് റെഡ് റേഡിയേഷൻ ഈസ് ലെസ് കമ്പയർഡ് ടു വയലറ്റ്.
റെഡും വയലറ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ റെഡിൻ്റെ എനർജി കുറവാണ്, പക്ഷെ എന്നിട്ടും റെഡിനാണ് സ്പീഡ് കൂടുതൽ. കാരണം റെഡിന് സ്കാറ്ററിങ് കുറവായിരിക്കും. ഓക്കെ, യെസ് സർ. യെസ് സർ. സർ സോ നോട്ട് ചെയ്തോളുണ്ടോ ഏത് കളറാണ് മാക്സിമം വെലോസിറ്റി? ഇൻ വാക്വം ഓൾ കളേഴ്സ് ട്രാവൽ വിത്ത് സെയിം സ്പീഡ്, ബട്ട് ഇൻ എ മീഡിയം റെഡ് ഈസ് ഫാസ്റ്റർ ദാൻ വയലറ്റ്. ഈ ക്വസ്റ്റനൊക്കെ പരീക്ഷയ്ക്ക് NDA പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എന്നെ വിളിച്ച് അറിയിക്കണേ. യെസ് സർ. ആ സർ ഓ വാക്യത്തില് എല്ലാ കളേഴ്സും സെയിം സ്പീഡിലല്ലേ പോവാ? അതെ. അപ്പൊ ലാംഡ ഒക്കെ സെയിം അല്ലേ? അല്ലല്ല, വേവ് ലെങ്ത് സെയിം അല്ലല്ലോ, ഫ്രീക്വൻസി ഡിഫറെന്റ് അല്ലേ, പല കളറുകൾക്ക് പല ഫ്രീക്വൻസി അല്ലേ. അപ്പൊ നമ്മള് കാണുമ്പോ എന്താണ് ഡിഫറെന്റ് വിബ്ജിയോറായിട്ട് തന്നെ കാണുക? വിബ്ജിയോർ ആയിട്ടാ കാണുക. അവർക്ക് പലർക്കും പല ഫ്രീക്വൻസി അല്ലേ, അതുകൊണ്ട് പല കളറുകളായിട്ട് കാണും. വിബ്ജിയോർ ഒന്നുമല്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കളേഴ്സ്. ഓക്കെ. റെഡ് തന്നെ റെഡ് തന്നെ പല 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 വേവ് ലെങ്ത് ഉണ്ട്. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു സാരി വാങ്ങിച്ച് ബ്ലൗസ് മേടിക്കാൻ വേണ്ടി നമ്മൾ ഒരു കടയിൽ പോയി എന്ന് വിചാരിക്കും, ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിൽ പോയി. അപ്പം നമുക്ക് ബ്ലൗസിന്റെ മെറ്റീരിയൽസ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ. നമ്മൾ റെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ റെഡ് കാണാൻ പറ്റൂലേ. റെഡ് തന്നെ പലതാ, ഒരുപാടുണ്ട്. നമ്മളതിന്റെ ആവറേജ് ആണ് ഈ പറയുന്നത് എപ്പോഴും കേട്ടോ. 7 കളേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ മാത്രമാണ്. ആക്ച്വലി വിസിബിൾ ലൈറ്റ് എന്ന് പറയുമ്പോൾ 7 കളേഴ്സ് അല്ല, ഇറ്റ് ഈസ് ഇൻഫിനിറ്റ് കളേഴ്സ് കേട്ടോ. ഓക്കെ സർ. സർ ആ അപ്പൊ കോഷീസ് ഫോർമുല മീഡിയത്തിൽ മാത്രല്ലേ യൂസ് ചെയ്യുള്ളൂ? മറ്റേ വാക്വത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ 1 അല്ലേ പറയാ. ഓക്കെ സർ. കോഷീസ് ഫോർമുല മീഡിയത്തിലെ ആപ്ലിക്കബിൾ ആവുള്ളൂ. വാക്വത്തിലെ എല്ലാ കളറുകൾക്കും ഒരേ സ്പീഡാണ്. മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ മീഡിയം പല പല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫർ ചെയ്യുന്ന കാരണം ഇവന്മാരെ അങ്ങോട്ട് സ്പ്ലിറ്റ് ആവും. അതുകൊണ്ടാണ് ഈ വൈറ്റ് ലൈറ്റ് ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഡിസ്പേഴ്സ് ചെയ്യാനുള്ള കാരണം അതാണ്. സ്പീഡ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോട് സ്കൂളിൽ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മിറർ കുഴപ്പമില്ല, ലെൻസിൽ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ വിസിബിൾ ലൈറ്റ് ഉപയോഗിക്കാൻ പാടില്ല, മോണോക്രോമാറ്റിക് ലൈറ്റേ ഉപയോഗിക്കാവൂ. വൈറ്റ് ലൈറ്റ് ഉപയോഗിച്ചാൽ 7 കളറിന് 7 വേവ് ലെങ്ത് അവര് 7 വേവ് ലെങ്ത് അവര് എണ്ണാണ് കാണിക്കുക കേട്ടോ. Never use visible light for doing experiment related to ray optics. Always use monochromatic light. Monochromatic means single wavelength light. Okay. Yes sir. Then problem number 7 ചെയ്തോ. 7 സർ ഓ 30 ഡിഗ്രി ആണോ? 30 ഡിഗ്രി ആണോ? 30 ഡിഗ്രി ആണോ നോക്കാം നമുക്ക്. അപ്സരക്ക് എന്ത് പറ്റി? ഭയങ്കര ഉഷാറാണല്ലോ അപ്സര. അത് ഞാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്. വീട്ടിൽ പോയതുകൊണ്ടാ? വീട്ടിൽ പോയിട്ടല്ല, അത് ഇതിന്റെ കീഴില് ഇങ്ങനത്തെ ഈ ഓരോ ചാപ്റ്റർ വൈസ് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ്, അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. Okay. In the light traveling through air and incident on a liquid of at an angle 60 degree. അപ്പോൾ ലൈറ്റ് വന്ന് വീണു. എത്ര ആംഗിളാണ് വന്ന് വീണേ? 60 ഡിഗ്രി. അപ്പോൾ ഐയുടെ വാല്യൂ 60 ഡിഗ്രി. നേരെ പോകേണ്ടതിന് പകരം ബെൻഡ് എവിടേക്കായിരിക്കും? ബെൻഡ് ടുവേർഡ്സ് നോർമൽ അല്ലേ വരാം Yes അല്ലേ? sir. ഈ ആംഗിളിനല്ലേ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് എന്താ കണ്ട? ആംഗിൾ ഓഫ് ഡീവിയേഷനാണ് വേണ്ട അല്ലേ? ഈ ആംഗിൾ അല്ലേ വേണ്ട? ഡീവിയേഷൻ ഡെൽറ്റ അല്ലേ വേണ്ടേ അല്ലേ? Yes sir. ആറും അറിയില്ല, ഡീവിയേഷനും അറിയില്ല, രണ്ടും അറിയില്ല. 6 കാണാൻ നമുക്ക് N1 ഇത് N2 ആണെങ്കിൽ N1 sin I ഈസികൾ എന്ത് എഴുതാൻ പറ്റും? N2 sin R അല്ലേ? 1 into sin 60 is equal to √3 into sin R എന്ന് വരും. sin 60 എത്രയാ? √3/2. √3/2. അപ്പോൾ √3/2 ഈസ് ഈക്വൽ ടു √3 sin R എന്ന് വരും. അപ്പോൾ sin R ഈക്വൽ ഇത് കിട്ടും. sin R ഈസ് ഈക്വൽ ടു
1/2 എന്ന് വരും. അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് 30 ഡിഗ്രി എന്ന് വരും. കറക്റ്റ് അല്ലേ? ഇനി ഡീവിയേഷനാണ് കാണേണ്ടത്. ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞത് വേണ്ടത് ഇത് ഈ ആംഗിൾ ആകെ ഐ. അപ്പോൾ I - R അല്ലേ ഡീവിയേഷൻ. ഐയുടെ വാല്യൂ 60 മൈനസ് ആറിൻ്റെ വാല്യൂ 30. ഇപ്പോൾ 60 - 30 30 ഡിഗ്രി. 30 ഡിഗ്രി കറക്റ്റ് ആണോ? അംസരല്ലേ പറഞ്ഞ 30 ഡിഗ്രി എന്ന്? 30 ഡിഗ്രി പറഞ്ഞു. പക്ഷെ ഞാൻ ഡീവിയേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. സൈനാർ മാത്രമേ കണ്ടുപിടിച്ചിട്ടാ 30 ഡിഗ്രി. എനിക്കൊരു ഡൗട്ട് തോന്നിയിരുന്നു ഇത്രയും പെട്ടെന്ന് ആൻസർ പറഞ്ഞപ്പോ. അംസരയുടെ വീട് എവിടെയാണ്? തൃശ്ശൂര്. ഏത് ബാച്ചിൽ അംസരയാണ് നീ? വ്യാസ. പാലക്കാട് വ്യാസ. തൃശ്ശൂർ എവിടെയാ? മുള്ളൂർക്കര. ഉള്ളൂർക്കര. ഇന്ത്യ കിട്ടുമോ? കിട്ടും, ഉറപ്പായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ഇതെല്ലാവരും കിട്ടിയോ? ആൻസർ കിട്ടിയില്ലേ? 30 ഡിഗ്രിയാണ് കേട്ടോ. ഇപ്പൊ ഡീവിയേഷൻ കാണാൻ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ വന്ന ആള് നേരെ പോകുന്നതിന് പകരം ബെൻഡായി പോയി. ഈ ആംഗിളിനെയാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഡീവിയേഷൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡീവിയേഷൻ കിട്ടാൻ എന്ത് ചെയ്യണം? ഇത് ഐ ആണ്, ഇത് ആർ ആണെങ്കിൽ ഡീവിയേഷൻ ഡെൽറ്റ ഈസികൾ I - R കൂടെ എടുക്കണം കേട്ടോ. ഇപ്പൊ 60 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി ദാറ്റ് ഈസികൾ 30 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ അല്ലേ എല്ലാവരും? Then question number 8. അടുത്ത എല്ലാവരും ചെയ്തോളും. Two media separated by ഓപ്ഷൻ ബി. കിട്ടിയാ? ഓപ്ഷൻ ബി ആണ്. നോക്കാം. അനീഷ ഇറങ്ങിയോ? Two media separated by a plane surface. Speed of light in one medium 2 × 10⁸, and in that another medium is 2.4. Reduce critical angle for a ray going from first medium to second medium. N1 N2 നോർമലും വരച്ചു. ലൈറ്റ് വന്നപ്പോൾ എങ്ങനെ പോയി? ഇങ്ങനെ പോയി എന്നല്ലേ പറഞ്ഞേ? അല്ലേ? ഈ ആംഗിൾ 90 ഡിഗ്രി ആയില്ലേ? ഈ ആംഗിളിനല്ലേ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പൊ N1 sin C = N2 sin 90 എന്ന് എഴുതി കൂടെ? N1 sin I = N2 sin R. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് C ആണ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രിയാണ് അല്ലേ? എന്ന് പറയുമ്പോൾ ഡെൻസർ മീഡിയ അല്ലേ? ആണോ? ഡെൻസറിന് റെയറിലേക്ക് മുമ്പളല്ലേ ബെൻഡ് അവേ ഫ്രം നോർമൽ ഉണ്ടാവുക. ഇൻറ്റു സൈൻ C = N റെയറർ ഇൻറ്റു 1 വരും.
അപ്പൊ സൈൻ സി ഈസ് ഈക്വൽ എന്ന് കിട്ടും പറഞ്ഞേ. സൈൻ സി ഈസ് ഈക്വൽ ടു എൻ റെയറർ ഡിവൈഡർ ബൈ എൻ ഡെൻസർ എന്നല്ലേ വരിക. നിങ്ങൾ സൈൻ സി ഈസ് 1/n പഠിപ്പിച്ചിട്ടുണ്ടാവും. 1/n എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ആരാണ്? എൻ റെയറർ ഡിവൈഡർ ബൈ എൻ ഡെൻസർ ആണ്. എളുപ്പത്തിന് വേണ്ടി നമ്മൾ 1/n എഴുതും. ഒരു മീഡിയം ആരാണെങ്കിൽ, എയർ അല്ലെങ്കിൽ വാക്യൂം ആണെങ്കിൽ. ഇനി നമുക്ക് സി കാണണം. ഇപ്പോൾ സൈൻ സി ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ആണ് അല്ലേ? കാരണം എൻ ഈസ് ഈക്വൽ C/V എന്നല്ലേ? Yes, sir. C/V. അപ്പോ സൈൻ സി ഈസ് ഈക്വൽ ടു എൻ റെയറർ ബൈ എൻ ഡെൻസറിന് പകരം എന്ത് എഴുതാം? വി ഡെൻസർ ബൈ വി റെയറർ എന്നതി കൂടെ. Yes, sir. അപ്പൊ സൈൻ സി ഈസ് ഈക്വൽ ടു ഡെൻസർ മീഡിയത്തിൽ സ്പീഡ് കുറവായിരിക്കും. അപ്പൊ 2 × 10⁸, മറ്റത് 2.4 അല്ലേ? Yes, sir. 2/2.4 നമുക്ക് 4/4.8 എന്ന് എഴുതാം അല്ലേ? അപ്പൊ ആൻസർ ഏതാവാനാ ചാൻസ്? എന്തായാലും എ അല്ല, ഡി അല്ല, 5/12 വരില്ല, സി അല്ല. അപ്പൊ ആൻസർ ബി ആണോ? Yes, sir. ആണോ? 5/6 ഏകദേശം 5/6 വരില്ലേ നമുക്ക്? Sir, കൃത്യം 5/6 വരും. കൃത്യം 5/6 വരും. ആ കൃത്യമായിട്ട് വരും. ഈ 4/4.8 എന്ന് പറയുമ്പോൾ 5/6 ആണോ? അതിനെ നമ്മള് 2/2.4 1/1.2 എഴുതി കഴിഞ്ഞാൽ 1.2 12/10 എഴുതി കഴിഞ്ഞാൽ ആ താങ്ക് യു പാർവതി. ഉറപ്പായിട്ട് NDA ക്ലിയർ ചെയ്യാൻ കേട്ടോ. എന്നിട്ട് വേണം എനിക്ക് തൃശ്ശൂർ ആഹ്ലാദ പ്രകടനം നടത്താൻ കേട്ടോ. ഓക്കെ സർ. ശരി, ചോയ്സ് ചെയ്താം. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി സൈൻ ഇൻവേഴ്സ് 5/6. സൈൻ ഇൻവേഴ്സ് 5/6. അടുത്തത് പ്രോബ്ലം നമ്പർ 9. നന്ദ ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ച നന്ദ. A glass slab of thickness 4 cm contains the same number of waves as 5 cm of water and both are transversed by the same monochromatic light. If mu of water is 4/3, the mu of glass is. സെയിം നമ്പർ ഓഫ് വേവ്സ്. അപ്പൊ രണ്ടിലെയും വേവ്സിന്റെ എണ്ണം സെയിം. N1 = N2. നമ്പർ ഓഫ് വേവ്സ് കിട്ടാൻ ലെങ്ത് ബൈ വേവ് ലെങ്ത് എടുക്കണം. L1/λ1 = L2/λ2. L1/λ1 = L2/λ2. L1/λ1 = L2/λ2. ശരിയല്ലേ? L1/λ1 = L2/λ2. ആദ്യത്തെ തിക്നെസ് 4 ഡിവൈഡർ ബൈ λ1 = 5 ഡിവൈഡർ ബൈ λ2. ശരിയല്ലേ? ആണോ? Yes, sir. ഫോർ സെന്റിമീറ്റർ ഗ്ലാസ്. അപ്പൊ 4 ഡിവൈഡർ ബൈ λ ഗ്ലാസ് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡർ ബൈ λ വാട്ടർ. അപ്പൊ λ വാട്ടർ ഡിവൈഡർ ബൈ λ ഗ്ലാസ് ഈസ് ഈക്വൽ എന്ത് കിട്ടും? ഈ 1 പറയുമ്പോൾ ഗ്ലാസ് ആണ്, 2 എന്ന് പറയുമ്പോൾ വാട്ടർ ആണേ. λ 5/4 എന്ന് വരും. ശരിയല്ലേ? ഇനി നമ്മളോട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആ ചോദിച്ചത്. മ്യൂവും ലാംഡയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? മ്യൂ ഈസ് ഈക്വൽ ടു C/V എന്നല്ലേ പഠിച്ചുള്ളത്. സി കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റിക്ക് പകരം ഫ്രീക്വൻസിന്റെ വേവ് ലെങ്ത് കൊടുക്കാം. അപ്പം നമുക്ക് മ്യൂ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ലാംഡ എന്ന് എഴുതി കൂടെ? അപ്പോൾ മ്യൂ വാട്ടറിന് പകരം ലാംഡ വാട്ടറിന് പകരം മ്യൂ ഗ്ലാസ് ഡിവൈഡർ ബൈ മ്യൂ വാട്ടർ. റെസിപ്രോക്കൽ എടുക്കാൻ കാരണം ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്, അതുകൊണ്ടാണ് 5/4. അപ്പോൾ മ്യൂ ഗ്ലാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 5/4 ഇൻറ്റു മ്യൂ വാട്ടറിന് കൊടുക്കണം. അപ്പോൾ 5/4 ഇൻറ്റു 4/3. 4 കട്ടാവും. ആൻസർ 5/3 ആണോ?
അല്ലേ? Yes, sir. നമ്പർ ഓഫ് വേവ്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലെങ്ത്തിനെ വേവ് ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ലെങ്ത്തിനെ വേവ് ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് വേവ്സ് കിട്ടും. ലെങ്ത് ബൈ വേവ് ലെങ്ത് ആണ് നമ്പർ ഓഫ് വേവ്സ് കേട്ടോ. ലെങ്ത് ബൈ വേവ് ലെങ്ത് ആണ് നമ്പർ ഓഫ് വേവ്സ്. Okay. ഗ്ലാസ് ലാബിന്റെ ലെങ്ത് 4 സെന്റിമീറ്റർ, അതിൻ്റെ അകത്തുള്ള വേവ് ലെങ്ത് λ1. മറ്റത് 5 സെന്റിമീറ്റർ, അതിന്റെ വേവ് ലെങ്ത് λ2. λ1 എന്ന് പറയുമ്പോൾ ഗ്ലാസ്, λ2 എന്ന് പറയുമ്പോൾ വാട്ടർ. പിന്നെ നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ്. അപ്പോൾ λ വാട്ടർ ബൈ λ ഗ്ലാസ് റീപ്ലേസ്ഡ് ബൈ മ്യൂ ഗ്ലാസ് ബൈ മ്യൂ വാട്ടർ. ഓക്കെ അല്ലേ? Yes, sir. ഓക്കെ ആണോ? Yes, sir. Yes, sir. അടുത്തത് പ്രോബ്ലം നമ്പർ 10 ഒന്ന് ചെയ്ത എല്ലാവരും. A diver looking up through water in a lake sees the outside world contained in a circular horizon. The refractive index of water is, നിങ്ങൾ ചെയ്ത് പരിചയമുള്ള ക്വസ്റ്റൻ ആയിരിക്കും അല്ലേ? ഈ ടൈപ്പ് ക്വസ്റ്റൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? No, sir. അതായത് നമ്മളെ ഇതാണ് ഒരു സ്വിമ്മിംഗ് പൂൾ എന്ന് വിചാരിച്ചു. സ്വിമ്മിംഗ് പൂൾ അതിൻ്റെ ടോപ്പ് സർഫസ് ആയത് സ്വിമ്മിംഗ് പൂളിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ ഒരു ഓബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ആ ഓബ്ജക്റ്റിന് ലൈറ്റ് വരിക. ലൈറ്റ് വരുമ്പോൾ നേരെ വരുന്ന ലൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? നേരെ വരുന്ന ലൈറ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് കയറിപ്പോവും. ഇവിടെ വന്നു, നേരെ മുകളിലൂടെ കയറിപ്പോയി. ഇങ്ങനെ വരുന്നു, കുറച്ച് ബെൻഡ് ആവുന്നു. ഇങ്ങനെ വരുന്നു, ബെൻഡ് ആവുന്നു. പക്ഷെ ഒരു ആംഗിളിനേക്കാൾ മുകളിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടല്ലോ, ക്രിട്ടിക്കൽ ആംഗിൾ ആയിക്കഴിഞ്ഞാൽ ഇവനിങ്ങനെ പോകും. മനസ്സിലായോ? ഇവിടെ വരുന്നവൻ ഇങ്ങനെയും പോകും. അപ്പൊ ഇത്രയും ഭാഗത്തൂടെ മാത്രമേ ലൈറ്റിന് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഒരു ഫിഷ് ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ മുകൾ ഭാഗം ഒരു സർക്കുലാർ പാച്ച് ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഓക്കെ? കാരണം ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ ഗ്രേറ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? ആ ലൈറ്റ് താഴേക്ക് പോരുക ചെയ്യുക, ഇവിടെയൊക്കെ താഴേക്ക് പോരുക ചെയ്യുക. അപ്പോൾ ആ ലൈറ്റിന് മുകളിലോട്ട് കടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഫിഷ് ഓർ ഡൈവർ ഇവിടെ ഡൈവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡൈവർ വെള്ളത്തിന് അടിയിലിരുന്ന് മുകളിലേക്ക് നോക്കിയാൽ മുകൾ ഭാഗം എന്തായിട്ട് ഫീൽ ചെയ്യും? ഒരു സർക്കുലാർ അപ്പേർച്ചർ പോലെ ഫീൽ ചെയ്യും, സർക്കുലാർ ഹൊറൈസൺ പോലെ ഫീൽ ചെയ്യും. ഓക്കെ? Okay, sir. ഓക്കെ ആണോ? Yes, sir. അപ്പോൾ നമുക്ക് ഇതാ ഇവിടെയാണ് ഡൈവർ ഇരിക്കുന്നത്. മുകൾ ഭാഗം സർക്കുലറായിട്ട് കാണും. ഇവിടുന്ന് നോക്കി ഈ ആംഗിള് ക്രിട്ടിക്കൽ ആംഗിളായ ലൈറ്റ് ഇങ്ങനെ പോകും. പിന്നെ ഈ ആംഗിളും ക്രിട്ടിക്കൽ ആംഗിളാവും. ഇത് ഡി. ഈ സർക്കുലാർ പാത്തിന്റെ റേഡിയസ് നമ്മൾ ആർന്നെടുക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ റിലേഷൻഷിപ്പ് ടാൻ സി സികൾ എന്ന് വരും. ടാൻ സി സികൾ R/D എന്ന് വരും. ശരിയല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡർ ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ R ഈക്വൽ ടു D tan C എന്ന് എഴുതാം. R is equal to D tan C. R is equal to D into tan C. R is equal to D into tan C. ഇനി നമുക്കറിയുന്ന കാര്യം ഇത് ഇത് 1. ഇപ്പം n ഇൻറ്റു സൈൻ സി is equal to 1 ഇൻറ്റു സൈൻ 90. അപ്പോൾ സൈൻ സി is equal to 1/n വരും. സൈൻ സി is equal to 1/n. ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇത് സി ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡർ ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് √(n²-1) ആയിരിക്കും. ഇപ്പോൾ സൈൻ സിയുടെ വാല്യൂ 1/n ആണെങ്കിൽ, സൈൻ സിയുടെ വാല്യൂ 1/n ആണെങ്കിൽ ടാൻ സിയുടെ വാല്യൂ എന്ന് പറഞ്ഞേ, ടാൻ സിയുടെ വാല്യൂ എന്നാ പറയടാ? 1/√(n²-1). 1/√(n²-1).
റൂട്ട് എൻ സ്ക്വയർ n മൈനസ് സ്ക്വയർ മൈനസ് 1. അപ്പൊ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ 6 കാണാനുള്ള ഇക്വേഷൻ d ഇൻറ്റു ടാൻ സി 1/√of n സ്ക്വയർ മൈനസ് 1 കേട്ടോ. അപ്പൊ ആൻസർ d ഡിവൈഡർ ബൈ റൂട്ട് ഓഫ് n സ്ക്വയർ മൈനസ് 1 വരും. d ഡിവൈഡർ ബൈ ഡിയുടെ വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഡിയുടെ വാല്യൂ എത്രയാ? ഡെപ്ത് എത്രയാ? 12 ഡെപ്ത് 12 സെന്റിമീറ്റർ. അപ്പൊ 12 ഇൻറ്റു 1/√of n തന്നിട്ടുണ്ടോ? 4/3. 4/3 ഹോൾ സ്ക്വയർഡ് മൈനസ് 1 വരും. അതായത് ഡൈവർ വെള്ളത്തിന് അടിയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ മുകൾ ഭാഗം ഒരു സർക്കുലാർ അപ്പേർച്ചർ ആയിട്ട് ഫീൽ ചെയ്യും, സർക്കുലാർ ഹൊറൈസൺ ആയിട്ട് ഫീൽ ചെയ്യും. ആ സർക്കുലാർ ഹൊറൈസന്റെ റേഡിയസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? Yes, sir. ആംഗിൾ എടുത്തെല്ലാം ക്ലിയർ ആയോ? ആംഗിൾ നമ്മൾ ചൂസ് ചെയ്തതൊക്കെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ ആംഗിള് ഉണ്ട്. അതായത് ഇങ്ങനെ വരുന്ന റേഡിയേഷൻ നേരെ പുറത്തേക്ക് പോവും, ഇങ്ങനെ വരുന്ന കഴിഞ്ഞാൽ പുറത്തേക്ക് പോവും. പക്ഷെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പോവും, ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തട്ടി തിരിച്ചു പോരും. അപ്പോൾ ഈ ആംഗിളാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ആ ആംഗിൾ ക്രിട്ടിക്കൽ ആകുമ്പോൾ ഈ ആംഗിളും ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ട്രിഗണോമെട്രി ഉപയോഗിച്ചിട്ട് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡർ ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എടുത്തു. പിന്നെ നമ്മൾ എന്തിൻ്റെ കണ്ടീഷൻ എടുത്തു? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും എന്ത് കണ്ടുപിടിച്ചു? എന്ത് കണ്ടുപിടിച്ചു? റേഡിയസ് കണ്ടുപിടിച്ചു. അപ്പോൾ അത് ബൈഹാർട്ട് ചെയ്ത് വെച്ചോ. റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞ എല്ലാവരും. സർക്കുലർ പാച്ചിന്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ r is equal to d into tan c or r is equal to d into 1/√of. ചിലപ്പോൾ ഏരിയ ചോദിക്കും. അപ്പോൾ ഏരിയ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൈ r സ്ക്വയർ എടുക്കണം കേട്ടോ. അപ്പോൾ പൈ ഇൻറ്റു d സ്ക്വയർ ഡിവൈഡർ ബൈ n സ്ക്വയർ മൈനസ് 1 വരും. അതായത് ഈ സർക്കുലർ ഹൊറൈസന്റെ റേഡിയസ് അല്ല, റേഡിയസിന്റെ വരെ ഏരിയ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. പൈ r സ്ക്വയർ ഉപയോഗിക്കണം. അപ്പോൾ പൈ ഇൻറ്റു d സ്ക്വയർ ഡിവൈഡർ ബൈ n സ്ക്വയർ മൈനസ് 1 വരും. പൈ r സ്ക്വയർ കേട്ടോ. തൽക്കാലത്തേക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം. നാളെ ക്ലാസ് വേണോ? വേണമെന്നുള്ളവർ ഹാൻഡ് റൈസ് ചെയ്യാം. ഫ്രാങ്കോ ഓക്കെ, പാർവതി ഓക്കെ, നന്ദ ഓക്കെ, വൈഷ്ണവി ഓക്കെ, അക്ഷിത് ഓക്കെ, നവനീത് ഓക്കെ, ശ്രദ്ധ ഓക്കെ, പ്രണത ഓക്കെ, ആസാദ് ഓക്കെ, പരീക്ഷിത് ഓക്കെ, അൽമാസ് അക്കാഡമി ഓക്കെ. അൽമാസ് അക്കാഡമിയിലേക്ക് ഞാൻ അല്പസമയത്തിനകത്ത് എത്തും. എടാ ഇന്ന് നിങ്ങളുടെ പാരൻസ് ടീച്ചർ മീറ്റിംഗ് അല്ലടാ? കാണാം, അവിടുന്ന് കാണാം. വേണ്ട പിന്നെ ഗിരിധർ ഓക്കെ അല്ല, പരീക്ഷിത് ഓക്കെ അല്ല. പരീക്ഷിത് ഓക്കെ അല്ലടാ? ഓക്കെ. അപ്പൊ നാളെയും ക്ലാസ് വയ്ക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്സര 1-2 പേരെ കുഴപ്പക്കാരുള്ളൂ. എന്താ അപ്സര? ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അതിൽ കാണാനില്ലേ? ഓ, അപ്പൊ നാളെയും വെക്കാം കേട്ടോ. ബൈ. ബാക്കിയുള്ള കുട്ടികളോടൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കും, ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറഞ്ഞോളൂ നാളെയും ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ സർ. ബൈ. താങ്ക് യു സർ.